ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇരട്ടത്താപ്പുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. കേരള സ്റ്റോറിക്കും കശ്മീർ ഫയൽസിനും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ എന്ന ചോദ്യത്തിൽ ഒളിച്ചുകളി. എമ്പുരാന്റെയും മറ്റു ചിത്രങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമെന്നും വിചിത്ര മറുപടി. കുടിവെള്ളത്തെ കൃഷിയെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടേ വരാവൂ എന്നുള്ളത് LDF തീരുമാനമായിട്ട് മാറി. അങ്ങനെയല്ല. പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം കേരള സ്റ്റോറി അടക്കം റിലീസായ സമയത്ത് അതിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരക്കാർ തന്നെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എമ്പുരാന്റെ കാര്യം വന്നപ്പോൾ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിൽ കൃത്യമായ മറുപടി പറയാതെ ബിനോയ് വിശ്വം ഒളിച്ചു കളിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെയില്ലേ? ദേവിക, ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ കശ്മീർ ഫയലും അതോടൊപ്പം തന്നെ കേരള സ്റ്റോറിയും, ഈ രണ്ട് ചിത്രങ്ങൾ പറഞ്ഞത്, ഒന്ന് കേരളത്തിലെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലവ് ജിഹാദും അതിന്റെ റിക്രൂട്ട്മെന്റും അടക്കമുള്ള കാര്യങ്ങൾ, ആ വിവരങ്ങൾ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരള സ്റ്റോറി കഥ പറഞ്ഞത്. അതോടൊപ്പം തന്നെ കാശ്മീരിലെ പണ്ഡിറ്റുകൾ നടത്തിയ അതിജീവനം, അവരുടെ ദുരിത ജീവിതം, ഇത് പ്രമേയമാക്കിക്കൊണ്ടാണ് കശ്മീർ ഫയലും വന്നത്. ഈ രണ്ട് ചിത്രങ്ങളോടും കേരളം സ്വീകരിച്ച സമീപനം, കേരളത്തിലെ ഈ നവോത്ഥാന നായകരും അതോടൊപ്പം തന്നെ ബുദ്ധിജീവികളും ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷവും CPIയും അടക്കമുള്ള സംഘടനകളും സ്വീകരിച്ച നിലപാട് നമുക്കറിയാവുന്നതാണ്. അത്തരം നിലപാടുകൾ, ഈ ചിത്രത്തോട് കാണിച്ച സമീപനം എന്നിരിക്കെ, അതായത് ഈ രണ്ട് ചിത്രങ്ങളെയും ഒരു ചലച്ചിത്രം എന്ന നിലയ്ക്ക് കാണിക്കാതെ, അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉയരുകയും ചിത്രം പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നടക്കമുള്ള നിലപാടുകളിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് നമുക്ക് ഈ കേരള സമൂഹം കണ്ടതാണ്. എന്നിരിക്കെയാണ് എമ്പുരാന്റെ കാര്യത്തിൽ വരുമ്പോൾ, എമ്പുരാന്റെ ചിത്രത്തിന്റെ പ്രമേയവും ആ പ്രമേയത്തിലെ ഒരു വിഭാഗത്തിന് വേദന ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ, ഈ രണ്ട് കാര്യങ്ങളിലും ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ നമുക്ക് ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ വിഷയത്തോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അതായത് ഒരു ഭാഗത്ത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ ചിത്രത്തെ, അതായത് തങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങളെ അതേ രീതി കാണുകയും ഒരേ നിലയിൽ വരുന്ന ചിത്രങ്ങളോട് വ്യത്യസ്തമായ സമീപനങ്ങൾ, വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനമാണ് ഈ CPI സംസ്ഥാന സെക്രട്ടറിയും സ്വീകരിക്കുന്നത്. അതായത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ എല്ലാ ചിത്രങ്ങൾക്കും ആവിഷ്കാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് ഒപ്പം നിൽക്കേണ്ടതാണ്. എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളോട് കാണിച്ച സമീപനം വേറെയും, എമ്പുരാന്റെ കാര്യം വരുമ്പോൾ അതിന് മറ്റൊരു സമീപനം എന്നതാണ് ഇപ്പോൾ ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എമ്പുരാന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ എത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നത്. അതായത് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി മുതിർന്നത് എന്നാണ് നമുക്ക് പറയേണ്ടത്. മാത്രമല്ല, നമുക്ക് എടുത്തു പറയേണ്ട മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം നേരത്തെ ഇറങ്ങിയ, അതായത് CPMനെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ CPM പ്രമേയമാക്കിക്കൊണ്ടിറങ്ങിയ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന തരത്തിലുള്ള ചിത്രം കൂടി ഉണ്ടായിരുന്നു, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം. അതോടൊപ്പം തന്നെ TP ചന്ദ്രശേഖരന്റെ ജീവിതം പ്രമേയമാക്കി ഇറങ്ങിയ TP 51 വെട്ട് എന്ന സിനിമ. ഈ രണ്ട് ചിത്രങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആരും കണ്ടിട്ടേ ഇല്ല. ഇന്നുവരെ ആരും ആ ചിത്രം കാണാനുള്ള അവകാശം പോലും CPMും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രണ്ട് ചിത്രങ്ങളോടും സ്വീകരിക്കുന്ന സമീപനവും എമ്പുരാനോട് സ്വീകരിക്കുന്ന സമീപനവും. എന്തായാലും ആ പ്രതികരണം കേട്ടതിന് ശേഷം തിരികെ ഇതും കൂടെ ഒക്കെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് പറയും. ആ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാവില്ല. ഇത് ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ലെഫ്റ്റ് ഒന്നും ആരും റീസെൻസറിങ് അയച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, അന്ന് തിയേറ്റർ പോലും കിട്ടിയില്ല. റീസെൻസറിങ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സംവിധായകനും നടന്മാരും എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ. എനിക്കറിയില്ല. എന്തായാലും ഇതുപോലൊരു സ്ഥിതി, റീസെൻസറിങ് എന്ന അവസ്ഥ, ഒരു രാഷ്ട്രീയ പാർട്ടി സംഘപരിവാറാകെ തന്നെ സിനിമയെ എങ്ങനെ കിടന്നാക്രമിക്കുന്നു. എന്താ പേര് തന്നെ പല പേരും പറയാം. ഉത്തരം പറഞ്ഞു. റീസെൻസറിങ്ങും റീ എഡിറ്റിങ്ങും അർത്ഥം വന്ന് തന്നെ ഇപ്പൊ ഈ കണ്ടസ്റ്റിൽ. ഈ രണ്ട് ചിത്രങ്ങൾക്കില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഇതുപോലെ അവസ്ഥ ആദ്യമായി മലയാളം കാണുന്നത്?